സോണൽ ഓപ്പറേഷൻ തിലക് വർമ്മയായിരുന്നു ഇന്ന് ക്രീസിൽ കണ്ടത്. ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യ അങ്ങ് കരകയറ്റി. ആര്യ, തീർച്ചയായിട്ടും തിലക് വർമ്മ ഭാരതത്തിന് തിലകം ചാർത്തിയെന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. കാരണം ആ ടീം ഒരു തകർച്ചയിലേക്ക് പോകുമെന്ന് പലവട്ടം തോന്നിയ സാഹചര്യത്തിൽ ടീമിനെ കൃത്യമായി പടുത്തുയർത്തി ടീമിൻ്റെ രക്ഷകനായി മാറിയ ഏക വ്യക്തിയാണ് തിലക് വർമ്മ എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. തിലക് വർമ്മ സഞ്ജു കൂട്ടുകെട്ടാണ് ടീമിനെ പടുത്തുയർത്തിയത്. അതിലേക്ക് ശിവം ദൂബ കൂടി എത്തുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഗെയിം ചേഞ്ചാണ്. അതായത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവിടെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ്. പാകിസ്ഥാൻ്റെ പലതരത്തിലുള്ള സമ്മർദ്ദം നമ്മൾ കണ്ടതാണ്. അവരുടെ പലതരത്തിലുള്ള ആഘോഷം കളിക്കളത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ അവർക്ക് കരുത്തായത് ആ ഗാലറിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആരാധകരാണ്, ഇന്ത്യയുടെ ആരാധകരാണ്. അവർ ഓരോ ഷോട്ട് ഇവർ അടിക്കുമ്പോഴൊക്കെ തന്നെ വലിയ രീതിയിൽ അവരെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമ്മർദ്ദങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി തന്നെയാണ് തിലക് വർമ്മയും സഞ്ജുവും ശിവൻ ദുബയും എല്ലാം തന്നെ കളിച്ചത്. തിലക് വർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായി പാകിസ്ഥാൻ്റെ ബൗളേഴ്സിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള പന്തുകൾ മാത്രം അടിച്ച് ബാക്കിയെല്ലാം തന്നെ കൃത്യമായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തൻ്റെ ടീമിനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം, ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. അവസാനമായി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു. ഓരോ ഓവർ കഴിയുമ്പോഴും പിന്നീട് റൺസ് ബഹുദൂരം മുന്നിലേക്ക് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴൊക്കെ തന്നെ സമ്മർദ്ദത്തിലാവാതെ നല്ല ബോൾ നോക്കി കൃത്യമായി ഹിറ്റ് ചെയ്ത് നമ്മുടെ ടീമിനെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇത് സന്തോഷം എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി ഈ 3 മാച്ചിലും ഗ്രൂപ്പ് പോരാട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, സൂപ്പർ 4-ൽ കണ്ടതാണ്. ഇപ്പോഴത്തെ ഫൈനലിലും പാകിസ്ഥാനെ അടിച്ച് നിലംപരിശാക്കുന്ന കാഴ്ച അതേറ്റവും മനോഹരമായി നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഭാരതത്തിലുടനീളം ലോകത്തിലെങ്ങുമുള്ള ഇന്ത്യക്കാരത് ആഘോഷമാക്കുന്ന കാഴ്ച, കായിക പ്രേമികളത് ആഘോഷമാക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാം. ഓപ്പറേഷൻ തിലക് വർമ്മയാണ്. മുൻനിര താരങ്ങൾ, പോസ്റ്റർ ബോയ്സ് ഒക്കെ ആ രീതിയിൽ പെർഫോം ചെയ്യാതിരുന്ന സമയത്ത് തിലക് വർമ്മ മധ്യനിരയാണ് ഇന്ത്യക്ക് വേണ്ടി എന്തായാലും ഇത്തവണ കളി ജയിപ്പിച്ച് 9ാമത്തെ ഏഷ്യ കപ്പാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. പാകിസ്ഥാനെ 5 വിക്കറ്റ് തോൽപ്പിച്ചാണ് ഈ അഭിമാനാർഹമായ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്.